പോകുന്നത് മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ പിടിക്കാനുള്ള ദൌത്യം ഊർജിതമായി പുരോഗമിക്കുകയാണ്. 3 സംഘങ്ങളായി തെരച്ചിൽ തുടരുകയാണ്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ മൃതദേഹം കണ്ട സ്ഥലത്തും വെള്ളം കുടിക്കാൻ വരാൻ സാധ്യതയുള്ള പ്രദേശത്തുമായി 2 കൂടുകൾ സ്ഥാപിക്കും. തെരച്ചിലിനായി ഡ്രോണും ഉപയോഗിക്കും. കടുവയുടെ ആക്രമണത്തിൽ ഗഫൂറിന് കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കടുവ ഉണ്ടാവാനുള്ള സാധ്യത ഏരിയയിൽ കംപ്ലീറ്റ് തെരച്ചിൽ നടത്തും. അതിനിടയ്ക്ക് ചാൻസ് എൻകൗണ്ടർ വരികയാണെങ്കിൽ നമ്മൾ മയക്കൊടി വെക്കുകയും ചെയ്യും. ഓക്കെ, ദെൻ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഗ്രിഡായിട്ട് തിരിച്ചിട്ട് ക്യാമറ ട്രാപ്പ് വെക്കും. ഇതിന് എവിടെയാണ് ഇവൻ്റെ ആക്ടിവിറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞ ശേഷം അവിടേക്ക് നമ്മൾ പ്രഷർ കൊടുക്കുക ചെയ്യും. അവിടെയാണ് നമ്മൾ കുങ്കിയാനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ഇതെവിടെയാണ് ഇതിന് ആക്ടിവിറ്റി എവിടെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡ്രോൺ ഉപയോഗിക്കുന്നതിന് നമ്മൾ തെർമൽ ഡ്രോൺസ് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുക. കാരണം എന്നാൽ രാത്രിയാണ് നമ്മൾ ആക്ടിവിറ്റി നോക്കാൻ വേണ്ടിയിട്ട് അത് തെർമൽ ഡ്രോൺ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹീറ്റ് സിഗ്നേച്ചർ കിട്ടും. ലോങ് ഓപ്പറേഷനാണ്, 28-29 ദിവസം വരെയൊക്കെ ചിലത് പോകാറുണ്ട്. നമ്മൾ 3 ടീമായിട്ട് ഓരോ ടീമിലും 20 പേരെ വെച്ചിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന് തെരച്ചിലിന് വേണ്ടിയിട്ട് കോമ്പിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. 3 വെറ്റിനറിയൻസ് ഡോക്ടർ അരുൺ സഹാരിയ, അജേഷ് ആൻഡ് ശ്യാം, അവർ 3 പേരെ വെച്ചിട്ട് 3 വെറ്റിനറി ടീം വച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് ഡ്രോൺ സ്ക്വാഡ് വരുന്നുണ്ട്, 2 ഡ്രോൺസ് വരുന്നുണ്ട്. ഒരു കുംകി ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു കുംകി ഓൺ ദ വേ ഫ്രം വയനാട്. പിന്നെ 50ഓളം ക്യാമറ ട്രാപ്പുകൾ ആൾറെഡി നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ദൃശ്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൌത്യം വളരെ ഊർജിതമായി അവിടെ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ദൌത്യത്തിന്റെ വിശദാംശങ്ങൾ. ആര്യ, ഇപ്പോൾ ഈ ഒരു വനമേഖലയിൽ, അതായത് എസ്റ്റേറ്റിന് വനമേഖലയോട് ചേർന്ന എസ്റ്റേറ്റിലും വനമേഖലയിലുമായിട്ട് ഇപ്പോൾ വനംവകുപ്പിൻ്റെ തെരച്ചിൽ അത് രാവിലെ തുടങ്ങിയത് ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. 3 സംഘങ്ങളായ 60 പേരാണ് ഈ ഒരു തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2 ഇടങ്ങളിൽ കൂട് സ്ഥാപിച്ചു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുടിക്കാൻ വരാൻ സാധ്യതയുള്ളിടത്തും അതുപോലെ ഈ ഗഫൂറിനെ കൊന്നയിടത്തും, അങ്ങനെ 2 ഇടത്തായിട്ട് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കൂടുതൽ ഇടങ്ങളിൽ, ഇന്നലെ 20 ഇടങ്ങളിലാണ് ക്യാമറയെങ്കിൽ ഇന്ന് 50 ഇടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇന്നലെ വെച്ച ഇടങ്ങളിൽ നിന്നും ഈ ക്യാമറയിൽ കടുവയുടെ ദൃശ്യം ഇതുവരെ പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഏറ്റവും പ്രധാനമായിട്ട് കടുവയെ ലൊക്കേറ്റ് ചെയ്യുകയാണ് ഇവിടെ ആദ്യ ഘട്ടത്തിൽ ചെയ്യുന്നത്. നേരത്തെ ഡോക്ടർ അരുൺ സക്രിയ സൂചിപ്പിച്ചതുപോലെ കടുവയുടെ സാന്നിധ്യം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ തെരച്ചിൽ, അത് ഒന്ന് മാനുവലായിട്ട്, അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഓരോ മേഖലയും കൃത്യമായി വേർതിരിച്ച് അവിടെ ആളുകൾ നേരിട്ട് ചെന്ന് പരിശോധന നടത്തുക. 2 ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള, അത് രാത്രിയോടെ ആയിരിക്കും, വൈകുന്നേരത്തോടെയും ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുക. അത് തെർമൽ ഡ്രോണാണ്. രാത്രിയിലും അതിന് ഈ മൃഗങ്ങളെ, പ്രത്യേകിച്ച് ഏത് മൃഗത്തെയും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള തെർമൽ ഡ്രോൺ, ശരീര താപനിലയുടെ അടിസ്ഥാനത്തിൽ മൃഗങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഡ്രോണുകളാണത്. അത് ഉപയോഗിച്ചുള്ള തെരച്ചിൽ കുറേ കൂടി ആധികാരികമാകുമെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. അപ്പോൾ വൈകുന്നേരത്തോടെ തെർമൽ ഡ്രോൺസ് ഉപയോഗിച്ചുള്ള തെരച്ചിലും ആരംഭിക്കും. അങ്ങനെ കടുവയെ എവിടെയാണെന്ന് ലൊക്കേഷൻ കണ്ടെത്തി ആ മേഖലയിൽ കൂടുതൽ കേന്ദ്രീകരിച്ച് കുങ്കിയാനകളെ കൂടി ആ ദൗത്യത്തിൻ്റെ ഭാഗമാക്കിയിട്ടാണ് ഇതിനെ പിടികൂടാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് ഒരു കുഞ്ചു എന്ന കുങ്കിയാന നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോന്നി സുരേന്ദ്രൻ കൂടി ഇന്ന് വൈകുന്നേരത്തോടെ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ വളരെ നിർണായകമാണ്. ഈ 2 കുങ്കിയാനകളും, കുഞ്ചുവും കോന്നി സുരേന്ദ്രനും, കടുവ മിഷനുകളിൽ മുൻപ് ഒരുപാട് തവണ സഹായകമായ നിലയിൽ നിന്നവരാണ്. അവർക്ക് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ, മണത്തറിയാനുള്ള ഒരു കഴിവുണ്ട്. സ്വാഭാവികമായിട്ടും കടുവ എവിടെയെന്ന് കണ്ടെത്തുവാൻ ഈ ആനകളുടെ സേവനം ഉപയോഗിക്കുവാനും സാധിക്കും. അത്തരത്തിൽ കടുവയെ കണ്ടെത്തി അതിനെ പിടികൂടുക എന്ന ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വനംവകുപ്പ്. ആദ്യ ദിവസം നിലവിൽ ഇതുവരേക്കും കടുവയെ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. പക്ഷേ പലപ്പോഴും ഇത്തരം മിഷനുകളൊക്കെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെ, നേരത്തെ അനുമോദ് തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് സ്വാഭാവികമായും ഈ കടുവയെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായ ഘട്ടം. പക്ഷേ ഈ ഒരു മേഖലയുടെ പ്രത്യേകത അനുസരിച്ച് നോക്കുമ്പോൾ ഇവിടെ ആ കടുവയെ സ്പോട്ട് ചെയ്യുക എന്നത് തന്നെ ഏറെ ദുഷ്കരമാണ്, അല്ലേ?
തീർച്ചയായും ആര്യ, പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. ഇത് നിലമ്പൂർ മലനിരകളോട് ചേർന്നുള്ള പശ്ചിമഘട്ടത്തോട് ചേർന്നുള്ള മേഖലയാണ്. സൈലന്റ് വാലിയുടെ മറുവശത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇവിടെ റബ്ബർ എസ്റ്റേറ്റ് മേഖലകൾ കൂടുതലായിട്ടുള്ള പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇവിടെ കുറ്റിക്കാടുകളും അതേപോലെ തന്നെ വലിയ പാറക്കെട്ടുകളും ധാരാളമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗഫൂറിനെ കടുവ കൊന്നയിടത്തിന് കുറച്ച് അപ്പുറത്തേക്ക് അത്തരത്തിൽ ഒരുപാട് പാറക്കെട്ടുകൾ നിറഞ്ഞ മേഖലയാണ്. കുറ്റിക്കാടുകൾ നിറയുമുണ്ട്. അവിടെയൊക്കെ ഒരു മൃഗം ഒളിച്ചു നിന്നാൽ പോലും നമുക്ക് നടന്നു പോകുമ്പോൾ അതിനപ്പുറത്ത് ഒളിച്ചു നിന്നാൽ പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഭൂഘടനയാണ്. അത്രയും അധികം കുറ്റിച്ചിട്ടുകൾ നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ മൃഗം ഒളിച്ചു നിൽക്കുമ്പോൾ അതിനെ കണ്ടെത്തി അതിനെ മയക്കുപിടി വയ്ക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ് നൽകുന്നത്. അതിൽ രണ്ട് സാഹചര്യങ്ങൾ, രണ്ട് ഘടകങ്ങൾ അതിന് പ്രധാനമായിട്ടും സഹായകമാകുന്നത്. ഒന്ന് ഡ്രോണുകളാണ്. നിശ്ചിത ഉയരത്തിൽ പറത്തി ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ, അതുപോലെ തെർമൽ ഡ്രോൺസ്, ഈ ഓരോ ജീവിയുടെയും ശരീരഊഷ്മാവ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന തരത്തിലുള്ള, അതോടൊപ്പം കുങ്കിയാനകൾ, ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കടുവയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വനം വകുപ്പിനുള്ളത്. തീർച്ചയായും സി വി അൻമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മലപ്പുറം കാളികാവിൽ ഇറങ്ങിയ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം അത് വളരെ ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.